ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ വിദ്യാഭ്യാസം, ജോലി, സർക്കാർ ആനുകൂല്യങ്ങൾ ഒന്നും കിട്ടാത്ത ഒരു കോളനി ഉണ്ട്. കൊല്ലങ്കോട് പറത്തോട് ST കോളനി. പഠിക്കാൻ പോയി കഴിഞ്ഞാൽ 10ാം ക്ലാസ് വരെ അങ്ങനെ ഇപ്പോൾ പഠിപ്പിക്കുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരികയും പറയും. നമ്മൾ എവിടെ പോയിട്ട് ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരും? MLA എന്തെങ്കിലും നിങ്ങൾക്ക് തുണി കൊണ്ടുവരാം, മണി കൊണ്ടുവരാം, അരി കൊണ്ടുവരാം, കറി കൊണ്ടുവരാം, എന്താ കൊണ്ട് കൊടുത്തുണ്ടോ അതിന് തന്നറേ ഒന്നും കൊടുത്തില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 3 പെൺകുട്ടികൾ ഇവിടെ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് പഠിക്കുകയായിരുന്നു. ഹൈസ്കൂളിൽ നല്ലൊരു മാർക്ക് വാങ്ങി ഹയർ സ്റ്റഡിക്ക് പോയി. ഹയർ സ്റ്റഡിക്ക് പോകുന്ന സമയത്ത് സർട്ടിഫിക്കറ്റ് വേണമല്ലോ, ജാതി സർട്ടിഫിക്കറ്റ്. അപ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റും കൊണ്ടുപോയി. അതിൽ ST എന്നാണ് ചെയ്തിരിക്കുന്നത്. അതും കൊണ്ടുപോയി ഇവർക്ക് അങ്ങനെ ജോലി കിട്ടുകയാണ്. ഒരാൾക്ക് പോലീസിൽ, ഒരാൾക്ക് റെയിൽവേയിൽ, ഒരാൾക്ക് ഫോറസ്റ്റിൽ. ഈ ജോലി കിട്ടുന്ന സമയത്ത് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ അവർ പറഞ്ഞു, വരുന്ന 29 ദിവസത്തിനകം ജാതി സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമെന്ന് പറഞ്ഞു. ഇവർ ആ ജാതി സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുത്തു. പക്ഷെ അത് കഴിയില്ല, സർക്കാരിൽ നിന്നും കിട്ടുന്ന ജാതി സർട്ടിഫിക്കറ്റ് തന്നെ വേണമെന്ന് ഇവരോട് പറഞ്ഞു. ജാതി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ആദ്യം ജനന സർട്ടിഫിക്കറ്റ് വേണം. ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ മാതാപിതാക്കളുടെ ജനന സർട്ടിഫിക്കറ്റ്, ജാതി സർട്ടിഫിക്കറ്റ് വേണം. ഇതൊന്നുമില്ല. അതുകൊണ്ട് ഇവർ ഒരുപാട് ഫൈറ്റ് ചെയ്ത് നോക്കി. അവസാനം ഈ 3 പേർക്കും ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അവർ വിവാഹം കഴിച്ച് ഇങ്ങനെ പോകുന്നതാണ് പറയുന്നത്.